എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ മഹാത്മാക്കളെ ചുവപ്പണിയിക്കാൻ പാടുപെടുന്നത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഹിന്ദുത്വം എന്ന വിഷയത്തെക്കുറിച്ച് സുനിൽ പി ഇളയിടം ചെയ്ത പ്രഭാഷണത്തിൽ ഗുരുദേവൻ്റെ വരികൾ, ചട്ടമ്പിസ്വാമികളുടെ വരികൾ, ഗാന്ധിജിയുടെ വരികൾ ഇതൊക്കെ ഉദ്ധരിച്ചാണ് അദ്ദേഹം അത് വ്യക്തമാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കൂടുതലും ഗുരുദേവൻ്റെ വരികൾ തന്നെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. കൂടാതെ ആത്മോപദേശ ശതകത്തിലെ വരികൾ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വന്നിടണം. പിന്നെ ചില സംഭാഷണങ്ങൾ, പ്രതിഷ്ഠ നടത്തിയപ്പോൾ ചെയ്ത ചോദ്യോത്തരങ്ങൾ, ഇതൊക്കെ ഉദ്ധരിച്ചാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം ഇവർ മഹത്തുക്കളുടെ വചനങ്ങൾ, അവരുടെ വീക്ഷണം, അവരുടെ തത്വം ഇതെല്ലാം ഇവരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഗുരുദേവൻ ഈ ബോധതലത്തിലെത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കാത്തതാണോ അതോ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നതാണോ എന്നും അറിയില്ല. ഗുരുദേവൻ നാമം ജപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ഹിന്ദു വേദവിധി പ്രകാരം സാധകം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്, ക്ഷേത്ര ദർശനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നവോത്ഥാനം കൊണ്ടുവരാൻ സാധിച്ചത്. അല്ലാതെ മതിൽ തീർത്താലോ മുട്ടി ഉരുട്ടി എറിഞ്ഞാലോ ഇവിടെ നവോത്ഥാനം കൊണ്ടുവരാൻ സാധ്യമല്ല. അറിവിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്ന് കാട്ടിത്തന്ന നവോത്ഥാന നായകനാണ് ഗുരുദേവൻ. പക്ഷേ ഇവർക്ക് നാമം ജപിക്കുന്നത് നിഷിദ്ധമാണ്. ഇവർക്ക് ഇതൊക്കെ നിഷിദ്ധമാണ്. ഇവർക്കിത് ആക്ഷേപമാണ്, ഇത് കുറച്ചിലാണ്. ക്ഷേത്രം ഇവർക്ക് അന്ധവിശ്വാസമാണ്. ഇതാണ് ഇവരുടെ ചിന്തയിലുള്ള വൈരുദ്ധ്യം. ഇവർക്ക് അമ്മയുടെ പാല് നല്ലതാണ്, പക്ഷേ അമ്മയെ കൊള്ളത്തില്ല എന്ന് പറയുന്നവരാണ് ഇവരുടെ വാദമുഖങ്ങൾ. നമ്മുടെ അടിസ്ഥാനം ഈശ്വരനാണെന്ന് ഇവർ സമ്മതിക്കുന്നില്ല. ഇവർക്കത് വിശ്വാസമല്ല. ഇവർ ചെടിയുടെ ഇലയിൽ കൊണ്ട് വളം വയ്ക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഫലമോ ചെടി ഉണങ്ങിപ്പോകുന്നു. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. പെറ്റമ്മ എന്നേ നാട്ടിൽ നിന്ന് അടിച്ചിറക്കി പിണ്ണം വെച്ചു, അവിടെ ശുദ്ധികലശവും നടത്തി. ഇപ്പോഴും കേരളത്തിൽ ചില ബുദ്ധിജീവികൾ ഇതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. സംശയം വേണ്ട, ചൈനയിൽ നിന്നും പടിയിറങ്ങും. എന്തുകൊണ്ടെന്നാൽ 21-ാം നൂറ്റാണ്ട് സത്യത്തിൻ്റേതാണ്. പിന്നെ ഈ സുനിൽ പി ഇളയിടം പറയുന്നത് ഇവിടുത്തെ ഹിന്ദു വർഗീയവാദികൾ, സംഘികൾ ഗുരുവിനെ ഹിന്ദുവാക്കി മാറ്റിയെന്നാണ് പറയുന്നത്. പിന്നെ ഗുരുദേവൻ ദേവനായി തീർന്നത് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചിട്ടാണോ, അതോ പള്ളിയിൽ പോയി നിസ്കരിച്ചതിന് ശേഷമാണോ, അതോ അൾത്താരയിൽ പോയി കുമ്പസരിച്ചിട്ടാണോ? ഹിന്ദു വേദവിധി പ്രകാരം സാധകം ചെയ്തും നാമം ജപിച്ചും തന്നെയാണ് അദ്ദേഹം ഈ ബോധതലത്തിലെത്തിയത്, ദേവനായി തീർന്നത്. പിന്നീട് അദ്ദേഹം എത്രയോ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. ഇതെല്ലാം ഹിന്ദു ആചാരങ്ങളല്ലേ? പിന്നെ മറ്റ് മഹത്തുക്കൾ കാട്ടിയതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഒരു പ്രതിഷ്ഠ കൂടി നമുക്ക് സാധാരണക്കാർക്ക് കാട്ടിത്തന്നു. കണ്ണാടി പ്രതിഷ്ഠിച്ചു. അത് മഹാവാക്യത്തിൻ്റെ പൊരുൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാട്ടിത്തരികയാണ് അദ്ദേഹം ചെയ്തത്. നിന്നെ തന്നെയാണ് പൂജിക്കുന്നത്, നിന്നിൽ നിന്ന് അന്യമായൊരു ദേവനില്ല, നീ തന്നെയാണ് ഈശ്വരൻ എന്ന തത്വം നമുക്ക് പ്രത്യക്ഷത്തിൽ കാട്ടിത്തരികയായിരുന്നു ആ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ. ഇത് വല്ലതും മനസ്സിലാക്കിയിട്ടാണോ എവർ ഈ പൊട്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്? ഇദ്ദേഹം ഒരു പ്രൊഫസറാണ്, അതും സത്യത്തെ സാക്ഷാത്കരിച്ച ശ്രീശങ്കരൻ്റെ കോളേജിലെ. പിന്നെ അദ്ദേഹം പറയുന്നത് ഇവിടെ ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലായിരുന്നു. ശരിയാണ്, അന്നും ഇന്നും ഇല്ല. അന്നും നമുക്ക് ഈ പ്രപഞ്ചമതം തന്നെയാണ്, അതുതന്നെയാണ് ഇന്നും നമ്മൾ പിന്തുടരുന്നത്. ഈ പ്രപഞ്ച സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള സാധനാമാർഗമായ പ്രപഞ്ചമതം തന്നെയാണ് ഹിന്ദുമതം. ഈ സെമിറ്റിക് മതങ്ങൾ വന്നപ്പോൾ ആരോ ഹിന്ദുമതം എന്ന് പേരിട്ടു, അത്രയേ ഉള്ളൂ. ഗാന്ധിജിയും രാമനാമം ജപിച്ചിട്ടാണ് അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത്. രാമനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പേടിച്ചിരുന്നത്. പക്ഷെ രാമനാമം എവർക്ക് നിഷിദ്ധമാണ്. എന്തു ചെയ്യാൻ?
പിന്നെ ഈ ബുദ്ധിജീവികൾക്കുള്ളൊരു പ്രത്യേകത, അവർക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമായാലും സ്ത്രീ സ്വാതന്ത്ര്യമായാലും എല്ലാം ഹിന്ദുവിൻ്റെ പുറത്ത് മതി. അവരോട് എന്തും ചോദിക്കാനും പറയാനും ആളില്ലല്ലോ, ആരും ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് മറ്റു മതസ്ഥരുടെ പേരിൽ എന്താ ഇവർക്ക് കാട്ടാൻ സാധിക്കാത്തത്? അങ്ങോട്ട് എന്നാൽ കയ്യും തലയും കാണത്തില്ലെന്നറിയാം. അതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ പോകുന്നവരെയും നാമം ജപിക്കുന്നവരെയും കുറ്റം പറഞ്ഞ് നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇന്ന് പൊട്ടും തൊട്ടുകൊണ്ടാണ് നടക്കുന്നത്. എന്തിനാ? പാവങ്ങളെ പറ്റിച്ച്, അറിവില്ലാത്തവരെ പറ്റിച്ച് വോട്ട് മേടിക്കാൻ, എന്നിട്ട് അവരുടെ നേതാക്കന്മാർക്ക് സൂഹിക്കാൻ. പണ്ട് മൈതാനത്ത് കട്ടൻ കാപ്പിയും പരിപ്പോടയും കഴിച്ചുകൊണ്ട് മീറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ അടച്ചിട്ട മുറിയിലെ ഒരു മീറ്റിംഗ് നടത്തൂ. എന്താ പബ്ലിക്ക് കേട്ടുകൂടാ? ഇതൊക്കെ ഈ പാവങ്ങൾ എന്നാ മനസ്സിലാക്കുന്ന, ഇവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഈ ഹിന്ദുക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഗുരുദേവൻ്റെ പാത പിന്തുടരുക, അതിൽ കൂടെ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.